ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഇപ്പോൾ നമുക്കൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്ലൂ ലമാൻഡെ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു തിക്നെസ് ഫോമിലും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമ്മളുടെ ഈ ഷുഗർ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നല്ലതുപോലെ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ ചെയ്യുന്ന ഒരു വേ ഓഫ് സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഫുഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇനി കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കളർ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാം. ഞാൻ എന്തായാലും ബ്ലൂ കളറ്, ഫുഡ് കളർ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു സമയമുണ്ട്. ഈ ഷുഗറും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി ഒന്ന് നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു തിക്നെസ്സിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ്, ഈ ഒരു ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 1 മിനിറ്റ് നല്ലതുപോലെ എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 1 ഡ്രോപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഡ്രോപ്പ് ചേർക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാവിലും ചുണ്ടിലും ഒക്കെ ഈ കളറിൻ്റെ അപ്പിയറൻസ് അവിടെ ഉണ്ടാകും. ഇനി ഇത് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലൈസ് ചെയ്തിട്ടുള്ള ലെമണിൻ്റെ 2 സ്ലൈസാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒരു മഡ്ലർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവീൻ്റെ സൈഡ് ഉപയോഗിച്ചിട്ടോ നല്ലതുപോലെ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ പുതിനേൻ്റെ ഫ്ലേവറും അതേപോലെ ലെമണും എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മൊഹിറ്റോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഐസ് ക്യൂബ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബ്ലൂ കളർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ നേരെ ജാറിലേക്കാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇനി നമ്മളുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള സ്പ്രൈറ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ സ്പ്രൈറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7up ഉപയോഗിക്കുക, അതേപോലെ ക്ലബ് സോഡ ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പോളോ പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്ലൂസി മൊഹിറ്റോൻ്റെ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരും. ഞാനിതിനെ വിളിക്കുന്നത് ബ്ലൂ ലമാൻഡെ എന്നാണ്. ബ്ലൂസി ലമാൻഡെ എന്നോ ബ്ലൂ ലമാൻഡെ എന്നോ അല്ലെങ്കിൽ ബ്ലൂസി മൊഹിറ്റോ എന്നൊക്കെ വിളിക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. നമ്മളുടെ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഈ മൊഹിറ്റോ അല്ലെങ്കിൽ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലതുപോലെ എന്ത് ചെയ്യുക, ആ സിറപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഷുഗർ സിറപ്പാണ്, അത് നമ്മൾ തണുത്ത ഐസ് ക്യൂബ്സും അതേപോലെ സ്പ്രൈറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതവിടെ അതിൻ്റെ തിക്നെസ് കൂടിയിട്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ ഗ്ലാസ് വെയേഴ്സിൻ്റെ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഒരു ലെമണിൻ്റെ ഒരു സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്ലൂ ലമാൻഡെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.